ഹായ്, ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സാമൂഹിക വിപത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഒരു 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 ഇഷ്യൂ നമുക്കുണ്ടാകുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അത് വേറൊന്നുമല്ല, ഈ കമൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുന്ന ആളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളിടുന്നൊരു സിനിമയെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ, നമ്മളൊരു പോസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് പേഴ്സണൽ ഫോട്ടോസ് ആണെങ്കിൽ, ഇത് സാധാരണ ഒരു നമ്മുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഉള്ള അതിൻ്റെ താഴെ വരെ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ അയാളുടെ എല്ലാ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസും ആ കമൻ്റ് ഇടുകയും ആ കമൻറ്റിന് കിട്ടുന്ന ലൈക്കിൽ എക്സൈറ്റഡ് ആവുന്ന ഒരു വിഭാഗം ഇന്ന് ഓൺലൈനിലുണ്ട്. അവരെ കുറിച്ചിട്ടാണ്. അപ്പം ആ, പണ്ട് ഇപ്പം എനിക്ക് തോന്നിയത് പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തിലൊക്കെ എല്ലാ ജംഗ്ഷനിലും കുറേ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അവർ അതുവഴി പോകുന്ന ആ, ആ, ഇച്ചിരി വയ്യാത്ത ആളുകളെയോ ഇല്ലെങ്കിൽ ഇച്ചിരി മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും. ഇത് കേൾക്കുമ്പം മറ്റൊരു ഭയങ്കരമായിട്ട് തിരിച്ചിങ്ങോട്ട് തെറി പറയുക ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇറിറ്റേറ്റഡ് കാണിക്കുകയും അതിൽ എക്സൈറ്റഡ് ആയിട്ട് ചിരിച്ച് അതിലൊരു സന്തോഷം കണ്ടെന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരാണ് ഇന്ന് നേരെ ഓൺലൈനിൽ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ടുള്ള അവരുടെ തോട്ട് പ്രോസസ്സുമായിട്ട് വരുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് ഇവരെ തിരുത്താനോ ഒന്നുമല്ല ഈ പോസ്റ്റ്. അപ്പം ഈ കമൻറ്റിങ് എന്നൊരു സെക്ടർ എനിക്ക് തോന്നുന്നു, എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് BBC ചാനലിലാണ് പണ്ട് അവരുടെ ചില ന്യൂസ് ആർട്ടിക്കിൾ അവരുടെ വെബ്സൈറ്റുകളിൽ ആ ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സുകൾ വരെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ താഴെ വലിയ വലിയ ന്യൂസുകൾക്കും ഇല്ലെങ്കിൽ പോയട്രിക് ആയിട്ടുള്ള സംഭവങ്ങൾക്കും എല്ലാം ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയാക്ഷൻസും അവരുടെ ഒപ്പീനിയൻസും എല്ലാം ടൈപ്പ് ചെയ്ത് ഭയങ്കര ഡെയർ അറ്റംപ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഓർക്കൂട്ടും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ വന്നപ്പോൾ ഈ കമൻറ്റിങ് എന്ന് പറഞ്ഞൊരു സംഭവം അതിനകത്ത് ഓപ്ഷൻ ആയിട്ട് വന്നു. അവിടെ ആദ്യമൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഈ എന്താ പറയുക പ്രോപ്പറായിട്ട് ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ട് വഴിയായിരുന്നു ആളുകൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഇപ്പം ഡയറക്റ്റ് ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള പ്രൊഫൈലിൽ നിന്നും ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ ആളുകൾ പ്ലേസ് എന്ത് പോസിറ്റീവ് ഒരു നെഗറ്റീവ് എന്ന് പറയാം അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതിനകത്ത് ആ കമൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു സിസ്റ്റവും ഇല്ലെങ്കിൽ അതിന് ലൈക്ക് കൊടുത്ത സിസ്റ്റം അങ്ങനൊരു സെറ്റപ്പിലൂടെ ഇത് മാറി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കാം. അതിന് താഴെ വരുന്ന ഇങ്ങനത്തെ കമൻറ്റുകൾ ഇല്ലെങ്കിൽ അതിനെ നോക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത്. കാര്യം ഇതൊരു നമുക്ക് ഭയങ്കര ട്രോമ വരുന്നൊരു ഏർപ്പാടാണ്. ഇത് നമ്മുടെ തന്നെ ഐഡൻറ്റിറ്റി, നമ്മുടെ തന്നെ ആർട്ടിനെ നമ്മൾ ഡൗട്ട്ഫുൾ ആവും. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ട്ഫുൾ ആവും. നമ്മൾ ശരിയാണോ? ഒരിക്കലും ഇങ്ങനെ കുറേ ടോക്സിക് പീപ്പിളിൻ്റെ ഇതിൽ നമ്മുടെ ഒരു കണ്ടന്റിനെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അപ്ലൈ ചെയ്യുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ആർട്ടിനെ കുറിച്ച് നമ്മുടെ എന്തിനെക്കുറിച്ചും നമ്മുടെ താഴെ വരുന്ന കമൻറ്റുകൾ നല്ലതാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാനത് വായിക്കാറില്ല. അത് ഞാൻ റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ സൈറ്റിൽ നോക്കാറേയില്ല. അത് വളരെയധികം എനിക്ക് ഭയങ്കരധികം ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് നീതി പുലർത്താനും അത് വളരെയധികം എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വരുന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ എന്തായാലും അത് വായിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളും ഈ ഐഡിയ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. അത് എന്തായാലും നിങ്ങൾക്കൊരു ഗുണമുള്ള കാര്യമായിരിക്കും. താങ്ക് യു.